വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നിലവിൽ ബിന്ദു കൃഷ്ണയാണ്. അടുത്തത് വൈക്കം MLA ആയ കെ ബിനിമോനാണ്. ഇടതിൻ്റെ കോട്ടയെ നെടുക പിളർന്നാണ് കെ ബിനിമോൻ നിയമസഭയിലേക്ക് എത്തുന്നത്. 1360 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ CPIയുടെ പി പ്രദീപിനെ പരാജയപ്പെടുത്തിയാണ് സഭയിലേക്ക് ബിനിമോൻ്റെ വരവ്. തലയാഴം പഞ്ചായത്തിന് മുൻ പ്രസിഡന്റായിരുന്നു, KSUവിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. CPIയുടെ ഉരുക്കുകോട്ട തകർത്ത് CPIയുടെ നെഞ്ചകം പിളർന്നാണ് വൈക്കം MLA ആയി ഇപ്പോൾ ബിനിമോൻ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ബിനിമോൻ കെ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വൈക്കം MLA കെ ബിനിമോൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. 1360 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പി പ്രദീപിനെ തോൽപ്പിച്ചാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. ഇടതിൻ്റെ കോട്ടയായ വൈക്കം നെടുക പിളർന്നാണ് ബിനിമോൻ്റെ വരവ്. ഉരുക്കുകോട്ട തകർത്തെത്തിയ ബിനിമോൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. വൈക്കത്ത് നിന്നും ഇതാദ്യമായിട്ടാണ് ബിനിമോൻ സഭയിലേക്ക് എത്തുന്നത്. അടുത്തത് ഇടതിൻ്റെ കോട്ടയെ നെടുക പിളർന്നാണ് കെ ബിനിമോൻ നിയമസഭയിലേക്ക് എത്തുന്നത്. 1360 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ CPIയുടെ പി പ്രദീപിനെ പരാജയപ്പെടുത്തിയാണ് സഭയിലേക്ക് ബിനിമോൻ്റെ വരവ്. തലയാഴം പഞ്ചായത്തിന് മുൻ പ്രസിഡന്റായിരുന്നു, KSUവിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. CPIയുടെ ഉരുക്കുകോട്ട തകർത്ത് CPIയുടെ നെഞ്ചകം പിളർന്നാണ് വൈക്കം MLA ആയി ഇപ്പോൾ ബിനിമോൻ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്.